ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പൊ നമ്മൾ ലാലേട്ടൻ വന്ന ബിഗ് ബോസ് ഹൗസിലെ വീക്കെൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയാലോ. സാറ്റർഡേ സൺഡേ എപ്പിസോഡ് കമ്പൈൻ ചെയ്താണ്, മേജർ ഇൻസിഡൻസ് മാത്രം എടുത്തൊന്ന് കമ്പൈൻ ചെയ്താണ് ഞാൻ പറയുന്നത്. അപ്പൊ ലാലേട്ടൻ വീക്കെൻഡ് വരുന്നത് തന്നെ മെയിൻ ആയിട്ട് ഒരാളെ എവിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ആരാണ് ഈ തവണ എവിക്റ്റ് ആയത് എന്ന് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ വീക്കിൽ ഫസ്റ്റ് വീക്കിൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയത് രഞ്ജിത്ത് ആയിരുന്നു കേട്ടോ. അപ്പൊ സൺഡേ എപ്പിസോഡ് ബിഗിൻ ചെയ്യുന്നത് തന്നെ ഒരാളെ എവിക്റ്റ് ആക്കിക്കൊണ്ടായിരുന്നു. നോർമലി ഇത്ര സീസണിൽ ഫോളോ ചെയ്ത് വന്നിരുന്നത് സൺഡേ സാറ്റർഡേ വീക്കെൻഡ് സാറ്റർഡേ ലാലേട്ടൻ വരും, അതുപോലെ സൺഡേ വരും. സൺഡേ എപ്പിസോഡ് കഴിയാറാകുമ്പോഴായിരിക്കും ഒരാളെ എവിക്റ്റ് ആക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേര് എവിക്റ്റ് ആവുന്നുണ്ടെങ്കിൽ സാറ്റർഡേ എപ്പിസോഡ് കഴിയാറാകുമ്പോൾ ഒരാളെയും സൺഡേ എപ്പിസോഡ് കഴിയാറാകുമ്പോൾ ഒരാളെയും. എപ്പിസോഡ് തീരാറാകുമ്പോഴാണ് എന്തായാലും ഒരാളെ എവിക്റ്റ് ആക്കുന്നത്. പക്ഷെ ഈ വീക്ക് നമ്മുടെ സൺഡേ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരാളെ എവിക്റ്റ് ആക്കിക്കൊണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും രഞ്ജിത്താണ് ഇത്തവണ പുറത്തു പോയിരിക്കുന്നത്. അതിനുശേഷം ഇനിയിപ്പൊ ഞാൻ പറയുന്ന ഇൻസിഡൻസ് ഒക്കെ സാറ്റർഡേയിലും സൺഡേയിലും മിക്സ് ആയിട്ട് നടന്ന ഇൻസിഡൻസ് ആണ് കേട്ടോ, മേജർ ഇൻസിഡൻസ് ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം തന്നെ നമ്മുടെ ലാലേട്ടൻ സംസാരിച്ചത് അക്ബറിന്റെ അടുത്തായിരുന്നു. രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച ഒരു ഇഷ്യൂ ആയിരുന്നു ലാലേട്ടൻ ആദ്യം സംസാരിച്ചത്. അപ്പോ അത് പുറത്ത് വൻ ചർച്ചാ വിഷയം. നമുക്ക് തന്നെ അറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് വൈറലായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു രേണു സുധയെ സെപ്റ്റിക് ടാങ്ക് എന്ന് അക്ബർ വിളിച്ച ഒരു കാര്യം. അപ്പൊ അതിനെപ്പറ്റി അവിടെ സംസാരിക്കുകയും അക്ബർ അവിടെ സോറി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദിലയും നൂറയും നമ്മുടെ അനീഷിനെ ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്ന പേര് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും കണ്ടിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആദിലയും നൂറ അനീഷിനെ പേഴ്സണലി ആർക്കും അവിടെ ഇഷ്ടമല്ല. പക്ഷെ എങ്കിലും ഇവരാ പേര് പറഞ്ഞത്, ആദിലേനെ നൂറയും ആ പേര് പറഞ്ഞത് അതിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അന്ന് അവിടെ. അതിനുശേഷം വളരെ ചെറിയ രീതിയിൽ ഒരു ഫണ്ണാക്കി ലാലേട്ടൻ അപ്പൊ ഒരു പേരിടാൻ വേണ്ടി പറഞ്ഞു. ജിസേലിന് പേരൊന്നും ആരും ഇട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഒരു പേരിടാൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേണു ജിസേലിന് ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും അവിടെ ഒരു ഭയങ്കരമായിട്ട് ഒരു ഫണ്ണായിട്ടുള്ള രീതിയിലായിരുന്നു അതെല്ലാവരും എൻജോയ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒനീലിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ബിന്നിയെ എന്തിനാണ് വിഷം എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പേര് വിളിക്കുന്നതായിരുന്നു ലാലേട്ടന്റെ ചർച്ചാ വിഷയം ആദ്യം തന്നെ. അപ്പൊ ബിന്നിയെ വിഷം എന്ന് വിളിച്ച കാര്യങ്ങളൊക്കെ ഒനീലിന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പൊ അത് പറഞ്ഞ സമയത്താണ് നമ്മുടെ ബിന്നി പോലും അറിയുന്നത് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നീട് നമ്മുടെ ജിസേലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാൻഡ് നഷ്ടമായ ജിസേല് പെട്ടി റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിട്ടും അതിൽ നിന്ന് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ജിസേല് പെട്ടി റിട്ടേൺ ചെയ്തത്. അപ്പൊ അത് ഓൾറെഡി നമ്മളെല്ലാവരും കണ്ടാണ്. അതിന്റെ ഒരു ചെറിയ പണി ബിഗ് ബോസ് നമ്മുടെ ജിസേലിന് കൊടുത്തു. ജിസേലിന്റെ ഫുൾ സാധനം റിട്ടേൺ ചെയ്തിട്ടുണ്ട്, അതായത് ആ പെട്ടിയോടെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങളും കോസ്മെറ്റിക് ഐറ്റംസും മാത്രമേ നമ്മുടെ ജിസേലിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊരു പണിയായിട്ട് കിട്ടി. അതിനുശേഷം നമ്മുടെ പണിപ്പുരയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ലാലേട്ടൻ ചോദിച്ചു പണിപ്പുരയിൽ പോകാൻ കുറച്ചു പേർക്ക് പേടിയാണ്, ഒഴിഞ്ഞു മാറി കൊടുക്കുന്ന കണ്ടു. അങ്ങനെ ഇനിയും പണിപ്പുരയിലേക്ക് പോകില്ല എന്ന് പറയുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ആരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു അവർക്ക് വേണ്ടി ഒരു സമ്മാനം തരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നെവിൻ സമ്മാനം എന്ന് കേട്ടപ്പോഴത്തേന് എഴുന്നേറ്റ് പറഞ്ഞു ലാലേട്ടൻ എനിക്ക് താല്പര്യമില്ല പണിപ്പുരയിൽ പോകാൻ. അപ്പോ നമ്മുടെ ലാലേട്ടൻ അടുത്ത പണി കൊടുത്തു. ലാലേട്ടൻ അല്ല, ബിഗ് ബോസ് നെവിന് പണി കൊടുത്തു. ഇനി ഒരിക്കലും നെവിന് പണിപ്പുരയിൽ കയറാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയുകയുണ്ടായി. പിന്നീട് നമ്മൾ ജയിലിൽ പോയ ആൾക്കാരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അനുമോളിനെയും ശരത്തിനെയും വിളിച്ചിട്ട് അനുമോൾക്ക് കൊണ്ട് നെവിൻ ലിബാം ഇട്ട് കൊടുത്തു. ആ ലിബാം റിട്ടേൺ ചെയ്യാൻ നെവിന്റെ അടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ ഫുഡ് കൊടുത്തത്, ജയിലിലുള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുത്തത് അത് എന്താണ് മറ്റു പുറത്തുള്ള കണ്ടസ്റ്റൻസിന് ഷെയർ ചെയ്തു. അതും ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. അത് മാത്രമല്ല നമ്മുടെ ക്യാപ്റ്റനെ അനുസരിക്കാതെ വാഷ്റൂമിൽ പോയിട്ട് അവിടെ ഇവിടെയും കറങ്ങി അടിച്ച് നടന്നതിന് അനുമോൾക്കും നമ്മുടെ ശരത്തിനും വാണിംഗ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജയിലിൽ കിടന്നുകൊണ്ടും പുറത്തും ഒക്കെ ശരത്ത് അനീഷിനെ ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് അനീഷിന്റെ മേലുള്ള കുറ്റമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ ലാലേട്ടൻ അതിനെതിരെയും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ കംപ്ലൈന്റ് ബോക്സ് ഉണ്ടല്ലോ, കംപ്ലൈന്റ് ബോക്സ് രണ്ടെണ്ണം നമ്മുടെ ക്യാപ്റ്റനും ഷാനവാസും കൂടി പോയി എടുത്തിട്ട് വന്നു. അതിൽ ഒരു കംപ്ലൈന്റ് ബോക്സ് എന്ന് അനീഷിനെതിരെയുള്ള പരാതിയും മറ്റേ കംപ്ലൈന്റ് ബോക്സിൽ മറ്റുള്ളവരുടെ പരാതിയൊക്കെ ആയിരുന്നു. അപ്പൊ അതിനെപ്പറ്റി അവിടെ ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞ് പോയ സമയത്ത് അവിടെ അഭിലാഷും നമ്മുടെ അനീഷും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അഭിലാഷ് ഭയങ്കരമായിട്ട് ചാടിക്കയറി അനീഷിനെ നേരെ ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ലാലേട്ടൻ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ
നെവിന്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഷൂ വേണം എന്നുള്ളത്. അപ്പൊ നെവിൻ ലാലേട്ടൻ അടുത്ത് ഒരു ഷൂ എന്ന് ചോദിച്ചു. നെവിൻ നമ്മുടെ ലാലേട്ടൻ അത് നെവിൻ ചോദിച്ചതിന് ഒരു ഷൂ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പെയറല്ല ഒരെണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് നമ്മുടെ കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് റവയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല പിന്നെ മൂന്നാല് ആൾക്കാരെ വിട്ടിട്ട് ബിഗ് ബോസ് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് സെർച്ച് ചെയ്യിപ്പിക്കുന്നത് നമ്മളൊന്ന് കണ്ടു. അപ്പൊ നമ്മൾ വിചാരിച്ചു അല്ലേ എന്താണ് അവിടെ സംഭവിക്കുന്നത്. നമ്മളാണെങ്കിലും കണ്ടസ്റ്റൻസ് ആണെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഇതായിരുന്നു, നമ്മുടെ രേണുസുതി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ മനസ്സിൽ പ്രൊഡിക്ട് ചെയ്തു ഫസ്റ്റ് വീക്ക് നോമിനേഷനിൽ വരുമെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് പുറത്തു നിന്നൊരു വീഡിയോ എടുത്തു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഫസ്റ്റ് വീക്ക് നോമിനേഷനിൽ വന്നിട്ടുണ്ട്, അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നുള്ളത് പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് അകത്ത് കയറി. അപ്പൊ നോമിനേഷൻ വന്നപ്പോൾ തന്നെ അവരുടെ ആരോ സഹായികൾ ആരൊക്കെയോ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അപ്പൊ അതിനെ തുടർന്ന് ബിഗ് ബോസ് ഹൗസിൽ ഒരു സെർച്ച് ചെയ്യാൻ പോയതാണ്. രേണുസുധിയിൽ ഫോൺ വല്ലതും ഉണ്ടോന്ന്. പക്ഷെ രേണുസുധി സത്യം എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ വീക്കെൻഡില് നമ്മുടെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചത്. അപ്പൊ എല്ലാവരും എപ്പിസോഡ് കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.